ഹലോ ഗൈസ്, താറാവിന് പേര് കേട്ട സ്ഥലമാണല്ലോ കുട്ടനാട്. ഒരു കുട്ടനാടൻ താറാവ് കറി ഉണ്ടാക്കണം എന്ന് നമ്മൾ വിചാരിച്ച്. പക്ഷെ കുട്ടനാട് നിന്ന് താറാവ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ ചൈനീസ് താറാവിനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. ഒരു 1.5 കിലോ ഉള്ള താറിനെയും വെട്ടിച്ചെറിയ കഷ്ണങ്ങളാക്കി. ഇപ്പൊ കോഴി, താറാവ്, പോത്ത് ഏത് വെട്ടാന്ന് ഞാൻ എക്സ്പെർട്ടായി. ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി, പിന്നെ പൊടിക്കാത്ത കുരുമുളക്, വറ്റൽമുളക് എന്നിവയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിനു ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, ചെറുള്ളി എന്നെടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. കണ്ടോ, ഇക്കാണുന്ന ഒരു ബ്രൗൺ കളറാക്കി മാറ്റണം കേട്ടോ. ഓവറായി കരിക്കട്ടയൊക്കെ നിൽക്കണ്ട. പിന്നെ ലാസ്റ്റ് കറികളായി ഇന്റെ റെസിപ്പിയാണെന്നും പറഞ്ഞിട്ട് ആരും ഇവിടെ വരാൻ നിൽക്കണ്ട. പിന്നെ അതിലേക്ക് നമ്മളെ കറിവേപ്പിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കറിവേപ്പിലിന്റെ ഗുണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? ഈ പണ്ടുള്ള ആൾക്കാർ പറയും കറിവേപ്പില ഉണ്ടല്ലോ, ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ഉള്ളിലുള്ള വിഷങ്ങളൊക്കെ പോകുന്നു. അതിനിപ്പോൾ നമ്മളെ ഉള്ളിൽ എന്ത് വിഷമുള്ളതെന്ന് ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിൽ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ കറിവേപ്പിലേക്ക് തടയാൻ പറ്റും കേട്ടോ. നമ്മളെ വറ്റൽമുളകും കുരുമുളകും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതിൽ ഇടുക കേട്ടോ. ഓവറായിട്ട് പൊടിക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളെ തക്കാളിയും കൂടി അതിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. പിന്നെ അതിൽ മസാലകളായിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ മല്ലിപ്പൊടി കേട്ടോ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. മല്ലിപ്പൊടിൻ്റെ ചൊയ ഉണ്ടല്ലോ ആ കറിയിൽ അങ്ങോട്ട് എടുത്ത് കാണിക്കണം. പിന്നെ താറാവ് കറി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും, അവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഈ രീതിയിൽ നിങ്ങൾ കറി ഉണ്ടാക്കി കഴിഞ്ഞാണ്ടല്ലോ താറാവ് കറിൻ്റെ അഡിക്റ്റായി മാറും നിങ്ങൾ. ഇതുപോലെ ഇനി പച്ചക്കുരുമുളക് അരച്ചിട്ടൊരു താറാവ് കറി ഉണ്ട്, അത് ഞങ്ങളെ മുന്നിൽ കൊണ്ടുവരും കേട്ടോ. പച്ചക്കുരുമുളക് കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ ഇത്രയൊക്കെ കുക്കിംഗ് അറിഞ്ഞിട്ട് നമുക്ക് വല്ല ഷെഫിൻ്റെ ഫീൽഡ് നോക്കിക്കൂടെ എന്ന് പറയുന്ന ആൾക്കാരോട് വെച്ച് പറയാനുള്ളത്. ജീവിത സാഹചര്യം കൊണ്ട് മാത്രം ഞാൻ ഇവിടെ എത്തിപ്പെട്ടതാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു ഒരു നല്ല ഷെഫ് ആവണം എന്നുള്ളത്. പക്ഷേ എൻ്റെ ഈ ചാനലിലൂടെ ഒരു നാള് എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഷെഫായി ഞാൻ മാറും. മറ്റേ തൊപ്പിയൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ വൺ ഡേ. ബാക്കി ഞാൻ ഇപ്പം പറയണില്ല, അത് ഞങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങോട്ട് കണ്ടോ, നമ്മളെ താറാവ് കറി ഉണ്ടല്ലോ കുറുകി സെറ്റായിട്ടാണ് വന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറയാൻ വിട്ടൊരു കാര്യമാണ്, ഇതിൽ തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ താറാവിന് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാണ്ടല്ലോ അതിന് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കിട്ടും കേട്ടോ. ഈ തിക്കും ഈ കൺസിസ്റ്റൻസിയും കണ്ടു കഴിഞ്ഞാൽ വായിൽ വെള്ളം ഊറാത്ത എത്ര ആൾക്കാരുണ്ട് ഈ വീഡിയോ കാണുന്നവർ? അതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. പിന്നെ എന്നും ഇതേപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. നമ്മളെ ജോലി സാഹചര്യങ്ങളൊക്കെ അനുകൂലിച്ച് വരുന്ന സമയത്ത് മാത്രമേ നമുക്ക് കുക്കിംഗ് നടക്കണുള്ളൂ. അതേപോലെ തന്നെ ആ വീഡിയോ എഡിറ്റ് ചെയ്യാനും അതിൽ വോയിസ് ചേർക്കാനൊക്കെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള സമയം കിട്ടണില്ല. അതുകൊണ്ട് മാത്രം കേട്ടോ വീഡിയോ വരാൻ 2-3 ദിവസം വൈകണം. അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ടൊന്നും അതിന് കുറയാൻ നിൽക്കരുത്. നമ്മളെ കുക്കിങ്ങിനുള്ള സാഹചര്യങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് ജസ്റ്റ് ഒരു വീഡിയോ മാത്രമായിട്ട് നിങ്ങൾ എടുക്കണം. നമ്മളെ ആശയങ്ങളും അതേപോലെ തന്നെ നമ്മളെ റെസിപ്പി നിങ്ങളെ മുമ്പിലെത്തിക്കുക എന്നുള്ള ഒരു ഒറ്റ വിചാരത്തോടു കൂടിയാണ് നമ്മൾ വീഡിയോ ചെയ്യണത്. നമ്മൾ ഈ താറാവ് കറി ഉണ്ടല്ലോ ബ്രെഡിൻ്റെ കൂടെ ആയിട്ട് എടുക്കണത്. പിന്നെ ഈ ബ്രെഡും താറാവ് കറി ഉണ്ടല്ലോ നല്ല അടിപൊളി കോംബോ ആണ്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക.